ഇതെന്താണ് ഗായ്സ്? അപ്പൊ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിദ്ദിസ. അപ്പൊ ഇന്ന് നമ്മളാണെങ്കിൽ വിക്ലോ ട്രീ ഹൗസിൽ ഞങ്ങൾ ട്രിപ്പ് പോവാണ്. എല്ലാവർക്കും വിക്ലോ ട്രീ ഹൗസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോ സബ്സ്ക്രൈബ്. അപ്പോ വാ നമുക്ക് പോവാം. പലപ്പോഴും നമ്മുടെ യാത്രയിൽ അപ്രതീക്ഷിത യാത്രകൾ വളരെയധികം മനോഹരമാവാറുണ്ട്. ഇപ്പം നമ്മൾ എത്ര പ്ലാൻ ചെയ്ത് പോകുന്ന ഏതൊരു യാത്രയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് പ്രതീക്ഷിച്ചത്ര നന്നായിന്ന് വരില്ല. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ ഒരു പോണ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ, പ്ലാൻ ചെയ്യാണ്ട് പോകുന്ന ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് അതിന് തരാൻ പറ്റും. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഇതും. അപ്പം ഇതാ ഞങ്ങൾ അന്ന് കാലത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളൂ ട്രിപ്പ്. അതായത് ഞാനും ഓഫാണ്, ആൾക്കും ഓഫാണ്, അതുപോലെ ഇസമോൾക്ക് സ്കൂളും ഇല്ല, ശനിയാഴ്ചയാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എല്ലാവരും കൂടി ചിന്തിച്ചു എങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഇസമോൾ പറഞ്ഞു അന്ന് നമുക്ക് ട്രീ ഹൗസ് പോയാലോ. കാരണം ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ വിക്കിലോ പോയിരുന്നാലും ഞങ്ങൾക്ക് ഈ സ്ഥലം ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സങ്കടമായിരുന്നു, ഇത് ഈ സ്ഥലം മാത്രം കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. കാലത്ത് പുറപ്പെട്ട ട്രിപ്പാണ് വിക്ലോ ട്രീ ഹൗസ് ട്രിപ്പ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകതകളിൽ ഒന്നാണ് ഇവിടെ പെട്രോളിൻ്റെ ഡീസലൊക്കെ സെൽഫ് സർവീസ്. നമ്മുടെ വണ്ടിയിൽ നമുക്ക് പെട്രോളോ ഡീസലോ അടിക്കണമെങ്കിൽ നമ്മൾ തന്നെ അടിക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീരുമാനിച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞ് ആ കെ സർക്കിളിൻ്റെ അവിടെ ഒരു സ്റ്റോറുണ്ട്. അപ്പോൾ അവിടെ റിസപ്ഷനിൽ പോയി ബില്ല് ചെയ്ത് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. വളരെ ഈസി. അപ്പം ഞങ്ങളങ്ങനെ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഇത് നമ്മുടെ ഡബ്ലിനിലേക്കുള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് പണിയുടെ ഭാഗമായിട്ടാണ് നടുവിൽ കുറേ സംഭവങ്ങൾ വെച്ചേക്കണത്. ഇനി കാണാൻ പോണത് എന്താണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നാട്ടിലുള്ള പോലെ തന്നെ നമുക്കും ഇവിടെ ടോളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ടോളാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും വിഷമം വേണ്ട. നാട്ടിലുള്ളവർക്ക് ടോൾ കൊടുത്ത് വയ്യാണ്ടാവുന്നു എന്നുള്ള വിഷമം വേണ്ട. കാരണം ഞങ്ങൾ ഇവിടെ ടോൾ കൊടുക്കുന്നുണ്ട്. ആ ടോളാണ് ഇത്.
അതുപോലെ ഇവിടുത്തെ മോട്ടോർ വേ എന്ന് പറയും. M4 കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സൂപ്പർ റോഡാണ്, സൂപ്പർ റോഡാണ്. നല്ല മഴക്കാരുണ്ട് കണ്ട, കൂടി നിൽക്കുന്ന ക്ലൗഡൊക്കെ ആകെ ഇരുട്ട് കൂടി നിൽക്കുന്നുണ്ട്. എപ്പോഴേക്കാണാവാം മഴ പെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. അത്യാവശ്യം ട്രാഫിക്കൊക്കെ ആയി തുടങ്ങി, ഡബ്ലിനൊക്കെ അടുത്ത് തുടങ്ങി. അപ്പോൾ അതിൻ്റേതായ ട്രാഫിക്ക് നിങ്ങൾക്ക് കൂടുന്നത് കാണുന്നുണ്ടല്ലോ. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, മലകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കണ്ട അവിടെ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അത്യാവശ്യം ട്രാഫിക് ആയിട്ടുണ്ട്, അതൊക്കെയാണ് പോകുന്നുള്ളൂ. ഇപ്പം ഈ റോഡിൽ നമുക്ക് 100 സ്പീഡാണ്, പക്ഷെ നമ്മൾ പോകുന്നത് 60-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഭംഗിയില്ലേ മലയുടെ വ്യൂ. ഗൈസ് എൻ്റെ അപ്പച്ചനെ കണ്ടോ ഗൈസ്, എൻ്റെ അപ്പച്ചൻ പാട് കഴിച്ച് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്ന സിദ്ധമ്മൻ. വലിയ മല കണ്ട, അത് ഭയങ്കര കണ്ടോ ഗായ്സ്, നമ്മുടെ മലനിരകൾ കണ്ടോ, എന്താ ഭംഗിയല്ലേ. ഇതിങ്ങനത്തെ ഓരോ വ്യൂവും നമ്മുടെ അയർലൻഡിലുണ്ട്. യെസ്, അവിടെ ഒരു മല ഉണ്ടോ? എല്ലാ മല ഒരുമിച്ചെടുക്കാൻ പറ്റില്ല. സുത്തം സൈഡിൽ നിന്ന് കാണാൻ പറ്റുമോ? കാണുന്നുണ്ടോ ഗൈസ്? ഇവിടെയും മല, അവിടെയും മല, എല്ലായിടത്തും മല. വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ ബ്യൂട്ടി, വാട്ട് എ ബ്യൂട്ടി. നല്ല മഴക്കാരുണ്ട് സുത്തോ. അപ്പച്ചന്റെ സൈഡിൽ ഒരു മലയുണ്ട്, അതിന്റെ സൈഡിൽ ഇപ്പൊ കാടാണ്. സിജമ്മാൻ ഇരുന്ന് വണ്ടി ഓടിക്കുന്നു. മല കാണുന്നുണ്ട്. ഈ ഫോറസ്റ്റിൽ കൂടെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്, കർത്താവിനറിയാം. I know that this is a road. ഇത് വെക്സ്ഫോർഡ് ചെന്നാണോ ഇനി ചേരാ? ഇതുപോലെ വെക്സ്ഫോർഡും പോവാൻ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സ്ട്രോബെറി ഫാം ഒക്കെ കാണാൻ പറ്റില്ലോ. ഗ്ലെൻ വ്യൂ നമ്മൾ പോയിട്ടുള്ളതല്ലേ അല്ലേ? എന്താ നോക്കൂ വ്യൂ. ഇതിലും വലുത്ത് വ്യൂ സ്വപ്നങ്ങളിൽ മാത്രം.
വണ്ടി. എന്നിട്ട് വണ്ടി അത് ആണോ? നേച്ചർ റിസർവ്. ഇത് കോർക്കിലേക്ക് പോണ വഴിയാ. കോർക്ക് നമ്മളെ ഉള്ളിലേക്ക്. ഇത് കൊറേ ഇങ്ങനെ കാടിന്റെ നടുക്കൂടെ പോണ വഴിയല്ലേ. കോർക്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ടില്ല നമ്മൾ പോണ വഴി. നമ്മള് മറ്റേ റിംഗ് ഓഫ് കെറി ത്രൂ വന്നത് കിൽക്കനി ആ ഭാഗം. അത് ശരിയാ, അത് ഫോറസ്റ്റ് ആണ്. പക്ഷെ like that. Yes, look like that. യാത്ര ഇത് കൂടെയുള്ള യാത്ര തന്നെ മനോഹരം അല്ലേ? ഇവിടെ ആരും വീടൊന്നും ഇല്ല തോന്നുന്നില്ല. വീട് നമ്മൾ കണ്ടില്ലല്ലോ. മഴ കിട്ടി ഗൈസ്. മഴയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ചാറ്റലുണ്ട്. ചാറ്റൽ മാത്രമായിട്ട് നിൽക്കട്ടെ, മഴ പെയ്യില്ലേ. പെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെയായിരിക്കും നമുക്കറിയില്ല. മുകളിലൊരു പള്ളി. ഹോട്ടലൊക്കെ പോലെ തോന്നുന്നില്ല. അവിടെ വല്ലതും നോക്കിയാലോ? പെട്രോൾ മാത്രമേ In 200 meters, turn left. Take the next left, then you will arrive at your destination. പാർക്കിംഗ് അവിടെ.
നല്ല തണവുണ്ട് തണവ്. ഇപ്പൊ നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള യാത്രയിലാണ്. നടന്നു പോവാ. ആരോമാർക്കൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. ടിക്കറ്റ് എടുക്കാൻ പോണം. നമുക്ക് ചേച്ചി എത്താനുള്ള വഴിയില്ലേ? ഞാൻ സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഗായ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഗായ്സ് പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇതില് മറ്റേ ഞാൻ ഇതില് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ ബാക്കി കേട്ടണം. ആലോചിക്കാം. അതെന്തൊക്കെ സാധനം? അതാണ് വിസിറ്റേഴ്സ് ഇൻഫോർമേഷൻ സെൻറ്റർ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് ടിക്കറ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. ടിക്കറ്റ്സ് നല്ല എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലയോണ്ടാണ് ഞാൻ നടക്കുന്നത്. ഇങ്ങനെ കുത്തി കുത്തി നല്ല തണവുണ്ട് ഗൈസ്. നല്ല തണവുണ്ട്. സിൽവർ ബ്രിഡ്ജ്, സ്കോട്ട് പൈൻ, സിക്ക പ്രൂസ്. ഓരോ മരങ്ങളുടെ പേര് എഴുതി വെച്ചേക്കണേ. സുത്തു ഇവിടെ വായോ. അപ്പച്ച ഈ വഴിക്ക് പോയി. നമ്മൾ ടിക്കറ്റ് എടുത്തു ഗൈസ്. സ്ട്രീറ്റ് ടോപ്പ് വാക്ക് ഫാമിലിയുടെ ടിക്കറ്റ് എടുത്തു. ഞങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് നല്ല വിശപ്പ് ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ഞങ്ങളുടെ വിശപ്പ് കൂടി. കാരണം കാലത്ത് ഞങ്ങളൊരു ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ട്രിപ്പിന്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു ഹോട്ട് സ്പൈസി ബാഗ് ഓർഡർ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ആ സ്പൈസി ബാഗ് ഞങ്ങൾ 3 പേരും കൂടി കഴിച്ചു. അതാണ് ഈ കാണുന്നത്. സുത്തുവിന് പ്ലേ ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ കളിക്കുന്നതായിരിക്കും. ഇപ്പം നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ട്രിപ്പ് ടോപ്പ് വാക്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, അവിടെ ഒരു ഫാമിലി ഓൾറെഡി വെയിറ്റിംഗ് ആണ്. നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കാം. കയറാം. എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ട്രിപ്പ് ടോപ്പ് വാക്കിലേക്ക്. സുജമ്മൻ ഫാസ്റ്റ് പാസഞ്ചർ പോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? സ്ലോ ഡൗൺ, ഗേസ്, റിഫ്ലക്ട്, ലിസൺ, പോസ്. അങ്ങനെ നമ്മൾ നടക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഏത് തലയുടെ മുകളിൽ നോക്ക് ഗൈസ്. എൻ്റെ തലയുടെ മുകളിൽ എന്തിട്ടാണ് ഗൈസ്? എന്നിട്ടാണ് ഫോറസ്റ്റ് കവർ ടൈം. ഫോറസ്റ്റ് കവർ ടൈം. Wait, I have to take a picture of it so I can remember this. Wait. ഇവിടെ നോക്കിയ സുത്ത. വാ, come on. Wait. Huh?
സുത്തൂനെ വിളിക്കുന്നു ഓടിച്ചല്ലേ. ഫോട്ടോ എടുക്കാം അവിടെ വെക്ക്. അഡ്വഞ്ചർ സുത്തു, അഡ്വഞ്ചർ സുത്തു. ആ വലിയ കുഴപ്പമില്ല കേട്ടോ. താഴെക്കൂടെ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ടേ കയറിക്കോടുള്ളതാണ് നടത്താം. മീ ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നടന്നുകൊണ്ട്. എനിക്ക് വേണം. ഞാൻ അങ്ങോട്ട് നടക്കാം, അങ്ങോട്ട് നടക്കുക, അമ്മച്ചി പോ. അങ്ങോട്ട് നടക്ക്. നീ നടന്നിട്ട് ഞാൻ അങ്ങോട്ട് നടക്കാം. ആ സംഭവം ഇല്ലെങ്കിൽ ആരെങ്കിലും അത് കൂടെ നടക്കോ അല്ലേ? കുഞ്ഞുകിളി കുഞ്ഞുകിളി പോയി. നല്ല അഡ്വഞ്ചർ വാക്കാം. തിരിച്ചു വരുമ്പോ അഡ്വഞ്ചർ വാക്കി കൂടെ പോണം കേട്ടോ. ഇത് നല്ല ഗുഡ്. You're so high up. ഈ മരത്തിന്റെ തടിയാണ് ഇവിടെ വെട്ടി വെച്ചേക്കണം കണ്ടോ. ഇത് ഏത് ടൈപ്പ് ഓഫ് മരത്തിന്റെ ടീയാ? മറ്റേത് ഓക്ക്, ഓക്കും ഇതും ഓക്ക് തന്നെയാണ്. രണ്ട് ടൈപ്പ് ഓക്ക്, ഓക്ക് ട്രീ. ക്യാൻ യു ഫൈൻഡ് എ ഹോം ഓക്ക് നിയർ ബൈ? ഈ മരം കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതല്ല ഈ മരം, ഇതാണ് ആ മരം ഞങ്ങൾ കണ്ടുപിടിച്ചേ. ഇനി ഹോം ഓക്ക് ലീഫ്, ലീവ്സിന്റെ പ്രത്യേകത അതാ കണ്ട, അതിന്റെ ലീവ്സിന്റെ പ്രത്യേകത കണ്ട നീ? അതാണ് ഞാൻ പറഞ്ഞത്. അതെന്ന് ആ അതന്നെ. നേറ്റീവ് ഓക്ക് വാസ് പ്ലാന്റഡ് ബൈ സാമുവൽ ഹേസ്. ദൈവമേ, ആ പുള്ളിക്കാരനല്ലേ, ആ വലിയ ആള് പ്ലാൻ ചെയ്തതാണ് ഇത്. പ്ലാന്റ് നട്ടതാണെന്ന്. എന്താലേ. അപ്പച്ചൻ അവിടെയാണ്, ഞങ്ങൾ ഇവിടെ. അപ്പച്ചൻ ഫാസ്റ്റ് പാസഞ്ചർ ആണെന്ന് അറിഞ്ഞൂടെ നിങ്ങക്ക്? ചേട്ടാ അത് ട്രിക്കി ബ്രിഡ്ജിൽ കൂടെ നടക്കാൻ പറ്റുന്ന എനിക്ക് എനർജി ഇല്ലെങ്കിലും എനിക്ക് നടക്കാൻ പറ്റും. ഇതൊരു പ്രത്യേക ടൈപ്പ് ഇല്ലേ പ്ലാസ്റ്റിക്കിന്റെ മരം പോലില്ലേ അല്ലേ? മറ്റേ സാന്റാക്ലോസിന്റെ അവിടെയുള്ള ക്രിസ്മസ് ട്രീയുടെ ഒക്കെ പോലെ അല്ലേ? മറ്റേ സാന്റാക്ലോസിന്റെ അവിടെയുള്ള ഇവിടെ ഒരു പഠിച്ചേനു, ഒരു കുട പഠിച്ചേനു. തൊടാൻ പറ്റണം, നോക്കാനാണ്. പക്ഷെ അതുപോലെ കുത്തണില്ലടി. ക്രിസ്മസ് ട്രീയുടെ പോലെ ലുക്കുള്ള എന്റെ അമ്പലതാ. നിന്റെ അമ്പറുള്ളത് നീ പിടിച്ചോ, നിലത്തിടരുത് കേട്ടാ. ഇതാരാണ്? യാരത്? റുഗാഡ് ചാൾസ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് വായിക്കുക. സ്റ്റുവാർട്ട് പാർണൽ ഇൻ അവണ്ടേൽ was the birthplace, childhood home. Charles Stewart, one of the Ireland's great parliamentarians and national leaders. Ambo. Yeah. Can you find a silver fir nearby? Silver fir nearby അതല്ലേ?
കാണുന്നത് നിയർ ബൈ കണ്ടുപിടിച്ചു. സിൽവർ ഫിർ ഇസ് എ ട്രേഡ് നേറ്റീവ് ടു യൂറോപ്യൻ mountain regions. It has large cones that stand upright on the branches and take 2 years to ripen for a winged seed to be released. ഇതല്ലേ ഈ ട്രീ? സെയിം കോസ്റ്റൽ റെഡ്വുഡ്, ഒറിജിനലി നേറ്റീവ് ഓഫ് കാലിഫോർണിയൻ കോസ്റ്റ്, planted alongside stately homes. ട്രീ കുറിച്ച് പഠിക്കാം. ഒരു ബൊട്ടാണിക്കൽ ട്രിപ്പ്. നോക്കട്ടെ ഇവിടെയോ? ഓ എന്തോ ഒരു രൂപ. നമ്മുടെ മരം കുത്തി പോലത്തെ ഒരു സംഭവം, വുഡ് പെക്കർ. അതന്നെയാണ് നമ്മുടെ കൊക്കിന്റെ അത്ര നീളമില്ല. വുഡ് കുക്ക്. ഇത് നമ്മുടെ പാടത്തൊക്കെ ഇടയ്ക്ക് മീൻ വന്ന് പിടിക്കാതിരിക്കുന്ന പോലത്തെ ടീമുകളുടെ മോച്ചായ ഉണ്ട്. റോബിൻ, പാട്ട് പാടണ റോബിൻ. എനിക്കറിയില്ലേ റോബിൻ? റോബിൻ ഹുഡ് അല്ല, ആ റോബിൻ വേറെ. ഇതെന്താണ് സംഭവം? അടുത്ത് പറഞ്ഞു തിരിക്കി ലെയർ ആയിട്ടുള്ളൊരു ട്രീയിലെ എടുത്താ അതിൻ്റെ ബ്രാഞ്ചസ് തന്നെ കണ്ടോ? എന്തോ പോലത്തെ ഒരു സാധനം. എൻ്റെ പേരെന്തിട്ടാണാവോ? Giant redwood. Timber from giant redwood is not as prized as that of the coastal variety. It is more brittle. It has been used roofing, shingles, timber no longer from original plantation, which are considered threatened due to increasing forest fires. General Sherman's, the largest tree in the world. നമ്മുടെ കേമ സണ്ണിക്കുട്ട. അതെ ഇതാണ് റെഡ്. അണ്ടാ ഇതാണ് ആ വലിയ ട്രീ. നമ്മളിപ്പോൾ നടക്കാൻ പോവാണ് ഗൈസ്. ഇത് എളുപ്പമാണ് കേട്ടോ. താഴെ ഗ്രില്ലില്ലെങ്കിൽ ഇത് കൂടെ നടക്കാൻ പോവില്ല. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ നടക്കും. ഒന്നും തുരുമ്പിച്ചിട്ടല്ല ഇരിക്കുന്നത്, അത് കാരണം ധൈര്യമായിട്ട് കാല് വയ്ക്കാം.
അങ്ങനെ എത്തി. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലമാണ്. വെയിലുള്ള ദിവസം പ്രത്യേകിച്ച്. യൂറോപ്യൻ ലാർച്ച് നിയർ ബൈ. ഈ കൂട്ടത്തിനായിരിക്കും യൂറോപ്യൻ ലാർച്ച് എന്ന് പറയുന്നത്. സുത്തുമോൾ അവിടെ കറങ്ങി അടിച്ച് പല കറങ്ങണ ഒരു മരത്തിന്റെ വാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വാള് വെക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റിയ സ്ഥലമാണോ? എനിക്ക് വാള് വെക്കാൻ വരാതിരിക്കട്ടെ. ഇനി നമ്മുടെ അടുത്ത സംഭവം എത്തി. നമ്മളെ അടുത്ത അഡ്വഞ്ചർ. ഈശോയെ ഹോണ്ടഡ് കേവാ. അവരെന്തൊക്കെ കളിക്കണ? അതാരുടെ കാൽപാതാന്ന് സങ്കല്പിക്കാൻ. ഇതാരുടെ കാൽപ്പാടാണ്? ഇതാരുടെ കാൽപ്പാടാണ്? ഫാലോഡിയർ. ഇനി അതോ അതാരുടെ കാൽപ്പാടാ? സ്ക്വിരലിന്റെ കാൽപ്പാടാ. ഇത് എനിക്കറിയില്ലേ. അതാരുടെ കാൽപ്പാടാ? അറിയില്ല. ഊഹിക്കൂ. പൈൻ മാർട്ടൻ. ഏതോ? Or squirrel. Ow. Oh, a bat. ഇത് ഡക്കാണോ? A duck. Come on. This is a haunted hole. Haunted hole. നമ്മൾ പോകുന്നത് guys. ഞാൻ ഭയങ്കര excited ആ. Guys, അതാണ് ഹോണ്ടഡ് ഹോൾ. ലൈറ്റ്സ് ഒന്നുമില്ല. നല്ല എക്സൈറ്റ്മെന്റ്. എനിക്ക് ഇഷ്ടം ഹോണ്ടഡ് ഹോൾ. എക്കോ ഉണ്ടോ നോക്കി. എക്കോ. കണ്ട സുത്ത മണ്ണിന്റെ അടിയിൽ നിന്നിട്ടൊക്കെയാണെന്നാണ് കാണിച്ചേക്കണത്. അതിൻ്റെ മുകളിൽ ടോപ്പ് സോയിൽ ഉണ്ട്, അതിൻ്റെ അടിയിൽ സബ് സോയിൽ ഉണ്ട്, അതിൻ്റെ അടിയിൽ റോക്ക് ഉണ്ട്, അതിൻ്റെ അടിയിൽ ബെഡ് റോക്ക് ഉണ്ട്. Mind your neck. അമ്മ അടി കൊടുക്കോ?
സ്ലൈഡിൽ പോവാ. അതിങ്ങോട്ട് പോവാ. ഇതൊരു ട്രീപ്പ് ടോപ്പ് വാക്ക് ജർമ്മനിയിലത്തെയാണ്. ഇത് ഓസ്ട്രിയ, വീണ്ടും ജർമ്മനി. ഇത് ജർമ്മനി. നമുക്ക് ഇവിടെ ഇത് ഏകദേശം നമ്മുടെ ഇവിടുത്തെ പോലെ ഉണ്ടല്ലേ. ജർമ്മനി, വീണ്ടും ജർമ്മനി, വീണ്ടും ജർമ്മനി. ഒരു മൊട്ടേരെ പോലെ ഉണ്ടല്ലോ എവിടെയത്. ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ് ഇവർ ട്രീപ്പ് ടോപ്പ് വാക്ക് വിത്ത് അഡ്വഞ്ചർ ഫോറസ്റ്റ് ചെയ്തേക്കണേന്നാണ് അവർ പറഞ്ഞേക്കണം. ചെക്ക് റിപ്പബ്ലിക്, ഇത് ചെക്ക് റിപ്പബ്ലിക് തന്നെ. ഇത് സ്ലോവേക്യ, സ്ലോവേനിയ, ഫ്രാൻസ്, അയർലൻഡ്, കാനഡ. €20 per slide entrance. താങ്ക് യു. ഇതെവിടെ എഴുതി വെച്ചേക്കണ ചിൽഡ്രൻ മസ്റ്റ് ബി സൂപ്പർവൈസ്ഡ് അറ്റ് ഓൾ ടൈംസ്. കേട്ടില്ലേ? അപ്പൻ്റെ ഒപ്പം നടക്കാൻ കേൾക്കും. ആണോ? സ്കൂളിൻ്റെ ആൾക്കാരാണെങ്കിൽ ടീച്ചർമാരുണ്ടാവും കൂടെ. ഒരാൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അല്ല എൻ്റെ എന്നിട്ട് ഞാൻ തന്നെ താഴേക്ക് ഇറങ്ങി വരണ്ടേ? ഞാൻ തന്നെ നടന്ന് വരണം. വട്ടം കറങ്ങി
എത്താറായി. ഇതെന്താണ് ഗായ്സ്? ഇതാണ് ട്രീ ടോപ്പ് വാക്ക് അഡ്വഞ്ചർ. ഇനി നല്ല രസമുണ്ടാവും. അപ്പൊ ഗൈസ് നമ്മൾ വന്ന വഴി തന്നെ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ guys, we're back. അപ്പോൾ ഇന്നത്തെ വിക്ലോട്രി ഹൗസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങോട്ട് വേണം, ഭയങ്കര ഗുഡ് വ്യൂസ് കിട്ടും. അപ്പോൾ see you in the next video. Bye.